ഹലോ, അജിത് ഡെയിലി വൈബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് തലക്കറിയാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: മീൻതല, ഒരു മീഡിയം സൈസ് 3 സവാള, ഇഞ്ചി പച്ചമുളക് ചതച്ചത്, ഒരു തക്കാളി, പച്ചമുളക്, കറിവേപ്പില, സാദാ മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി, പിന്നെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചത്, തേങ്ങാപ്പാൽ, കായപ്പൊടി, ഉപ്പ്, എണ്ണ. അപ്പം നമുക്കിനി പാചകത്തിലേക്ക് പോവാം. അപ്പം നമുക്ക് ഉള്ളിയും തക്കാളിയും അതെല്ലാം ഒന്ന് വഴട്ടിയെടുക്കാം. അത് നമുക്ക് കുക്കറിനകത്തിട്ട് പെട്ടെന്ന് വഴട്ടിയെടുക്കാം. അതിനാവശ്യമുള്ള കുറച്ച് എണ്ണ. അപ്പം നമ്മളെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിടാം, ലേശം ഉലുവ ഇടാം, കറിവേപ്പില ഇടാം, ശകലം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് അതിനകത്തിടാം. നമ്മൾ ഓൾറെഡി മറ്റേ കുക്കറിനകത്ത് ഇട്ടതിനകത്ത് ഓൾറെഡി നമ്മൾ ശകലം വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചിട്ടിട്ടുണ്ട്. ഇതല്ല ഇട്ടത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇതിനകത്ത് ഇപ്പോൾ ഇട്ടത്. ഒരു 3 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്ത് അതിനകത്ത് നമ്മൾ ഒരു 7-8 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അതേ കണക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ല വൃത്തിയായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്, വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ശകലം ഒന്ന് പൊന്തിച്ച് പിടിച്ചിട്ട് നമ്മുടെ പൊടികളായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി അത് ഇതിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കും. കാരണം അതിന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് നമുക്ക് ആ വഴട്ടി വച്ചിരിക്കുന്ന ഉള്ളിയും എല്ലാം തക്കാളി എല്ലാം ഇതിനകത്ത് ഇട്ടാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും. ഇതിലേക്ക് നമുക്ക് ആ പുളിയും കുടംപുളിയെല്ലാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇച്ചിരി ഉപ്പുമാണ്. ശകലോടെ വെള്ളം ഒഴിക്കാം. ഓക്കെ, ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പം നമ്മുടെ അതെല്ലാം തിളക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ശകലം കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ കായപ്പൊടി ഇട്ടിട്ടാണല്ലോ നമ്മൾ ഇന്ന് കഴിക്കരുത് മീൻ കറി, നാളെ കഴിക്കണം. വേറൊരു ടേസ്റ്റ് ആട്ടോ. അപ്പം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന വേളാപ്പാരയുടെ തലയിട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 3-4 പീസും കൂടെ ഇടാൻ വിചാരിച്ചു. എല്ലും മുള്ളും എല്ലാം കൂടാ. അപ്പോൾ ഇനി ഇതവിടെ കിടന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കപ്പ മുറിക്കാം. അപ്പം നമ്മൾ മീൻകറി നല്ല തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. ഓക്കെ, ഉപ്പും പുളിയൊക്കെ പാകത്തിനാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ലേശോടെ കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്നും കൂടെ അടച്ചു വെക്കാം. ഒന്നും കൂടെ ഒന്ന് ഇരുന്നൊന്ന് വറ്റട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഇറക്കാറാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം. അപ്പം നമ്മുടെ മീൻകറിയൊക്കെ നല്ല വൃത്തിയായിട്ട് തിളച്ചു, കഷ്ണങ്ങളൊക്കെ വെന്തു. ഇനി നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം.
കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ മീൻകറി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെക്കാം. തീ കുറച്ചല്ല, തീ അങ്ങ് ഓഫാക്കാം. ഇനി അടുപ്പത്തിരുന്ന് ആ ചൂടത്ത് ഇന്നൊന്ന് വേവട്ടി. അപ്പോഴേക്ക് നമുക്ക് കപ്പ റെഡിയാക്കണം. അപ്പോൾ വേറൊരു അടുപ്പിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കപ്പ എല്ലാം റെഡി ആയിട്ടുണ്ട്. അതെല്ലാം കുത്തിപ്പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയൊന്ന് കടുവറുത്തെടുക്കാം. അതിൽ ആദ്യം കുറച്ച് ബട്ടർ ഇടാം. ഒരു ദിവസം നമുക്ക് പാൽക്കപ്പ ഉണ്ടാക്കാം കേട്ടോ. പാൽക്കപ്പയും എല്ലും കറിയും നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കാം. അത് സലാല പോകുമ്പോഴേ പറ്റും. അത് നമുക്ക് സലാല കിച്ചണിൽ വെച്ചായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുത്ത്, അപ്പോൾ നമ്മൾ കടുക് പൊട്ടി തുടങ്ങി. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കരിവേപ്പിലയും ഉള്ളിയും കൂടെ, ഞാൻ ഇതിനകത്തൊക്കെ ഉപയോഗിക്കുന്നത് സവാളയാണ്. ചെറിയ ഉള്ളിയാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്കിവിടെ കിട്ടാൻ ഉള്ളത് സവാളേ ഉള്ളൂ. അതുകൊണ്ടാണ് സവാളയ്ക്കകത്തെല്ലാം ചെയ്യുന്നത്. തീ ഒന്ന് കുറയ്ക്കണം. ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ കപ്പ വന്നതുണ്ടല്ലോ, അത് കോഴിക്കോട് നിന്നാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഉമ്മർബായി എന്ന് പറയണം. പുള്ളി നാട്ടിൽ നിന്ന് പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കപ്പ. പിന്നെ കുറച്ച് അവിടുത്തെ കോഴിക്കോടൻ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നു. അതൊക്കെ ഞങ്ങൾ കഴിച്ചു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. നമുക്ക് താത്ത് വെച്ചൊന്ന് ഇളക്കാം. നമ്മൾ ഈ നോൺ സ്റ്റിക്കിന്റെ പാത്രം മേടിക്കുമ്പോഴേ അവരോട് ചോദിക്കണം, ഇത് ഇൻഡക്ഷൻ കുക്കറിനകത്ത് വെക്കാൻ പറ്റിയതാണോ എന്ന്. പക്ഷെ എനിക്ക് പറ്റിയത് അബദ്ധമാണ്. കാരണം ഞാൻ മേടിച്ചപ്പോൾ അവരോട് ചോദിച്ചില്ല ഇത് ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാൻ പറ്റുന്നതാണോ എന്ന്. പുതിയ പാത്രം, പക്ഷെ അതാണ് ഇതിൻ്റെ ഇൻഡക്ഷൻ കുക്കർ ഗ്യാസിൽ വെച്ചാൽ ഇതിൻ്റെ അടിയിലത്തെ ഭാഗം ആ കളർ മാറത്തില്ലായിരുന്നു. അതെനിക്കറിയാതെ പോയി. ഇപ്പം കിട്ടിയൊരു അറിവാണ്. അപ്പം ഇതൊക്കെ നമ്മൾ അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ, ചിരികിയ തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കപ്പയും മീൻകറിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് ഇടണം. പിന്നെ മറ്റുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ പുതിയ ചാനലായതുകൊണ്ട് ആൾക്കാരൊക്കെ വളരെ കുറവാണ്. നിങ്ങളെല്ലാം വളരെ സപ്പോർട്ട് ആവശ്യമാണ് നിങ്ങളുടേത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു.